ഹലോ നമസ്കാരം. എൻ്റെ പേര് അൻവർ. നമ്മൾ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ടിപ്സുകൾ അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് പിന്നെ സ്ക്വയർ ഫീറ്റും പിന്നെ അതുപോലെ തന്നെ എം സ്ക്വയറും ഇത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത് എന്നുള്ളത്. ഫസ്റ്റ് നമുക്കൊരു ബെഡ്റൂമിൻ്റെ സ്ക്വയർ ഫീറ്റ് അതല്ലെങ്കിൽ അതിനെ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റിയിട്ട് എങ്ങനെ നമ്മൾ സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റുന്നു എന്നുള്ളതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഈ വീടിൻ്റെ പ്ലാൻ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഒരു ബെഡ്റൂമും അതിനോട് ചേർന്നിട്ടൊരു ബാത്റൂമും വരുന്നൊരു ചെറിയൊരു പ്ലാനാണ്. അത് ആ ബെഡ്റൂമിൻ്റെ സ്ക്വയർ ഫീറ്റ് എങ്ങനെ നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൽ എഴുതിയിട്ടുള്ള അളവ് എന്ന് പറഞ്ഞത് മീറ്ററിലാണ് എഴുതിയിട്ടുള്ളത്. 4 മീറ്റർ, 3.6 മീറ്റർ, അതുപോലെ തന്നെ ടോയ്ലറ്റിൻ്റെ അളവ് 2.5 മീറ്റർ, 1.6 മീറ്റർ, ഇങ്ങനെയാണ് നമുക്കിതിൽ പ്ലാനിലെ അളവ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിനെ എങ്ങനെ സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റാം എന്നുള്ളത് നോക്കാം. ഞാനതിൻ്റെ പ്ലാനും അതുപോലെ തന്നെ അതിൻ്റെ കാൽക്കുലേഷനും ഒരേ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാനിൻ്റെ സ്ക്വയർ ഫീറ്റ് എങ്ങനെ കണ്ടു എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറഞ്ഞത് 4.4 മീറ്റർ ഇൻറ്റു 3.6 മീറ്ററാണ്. പിന്നെ ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞത് നമുക്കറിയില്ല. അപ്പോൾ അത് നമ്മൾ സ്ക്വയർ ഫീറ്റിലേക്ക് കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 14.4 എം സ്ക്വയർ കിട്ടും. മീറ്റർ സ്ക്വയർ ആവും ഈ കിട്ടിയിട്ടുണ്ടാവില്ലേ. ഇതിനെ നമുക്ക് സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ എം സ്ക്വയറിന് നമ്മൾ സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് 14.4 ഇൻറ്റു 10.76 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 154.944 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ നമുക്ക് ഈ റൂമിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 154.944. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ആദ്യം സ്ക്വയർ മീറ്ററിലേക്ക് മാറ്റി അതിനുശേഷം ആ അളവിനെ 10.76 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് സ്ക്വയർ ഫീറ്റ് കിട്ടി. ഇങ്ങനെയാണ് നമുക്ക് ബെഡ്റൂമിൻ്റെ സ്ക്വയർ ഫീറ്റ് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ക്വസ്റ്റ്യൻ തരികയാണ്. നമുക്ക് ഈ ബാത്റൂമിൻ്റെ മെഷർമെൻ്റ് ഉണ്ടല്ലോ, അത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നുള്ളത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് എത്രയാണ് അതിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നതെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഞാൻ മുമ്പ് ചെയ്തതുപോലെ തന്നെ നീളം ഇൻറ്റു വീതി വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ബാത്റൂമിൻ്റെ സ്ക്വയർ ഫീറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഈ കാൽക്കുലേഷൻ മനസ്സിലാവും. അപ്പോൾ എത്രയാണോ വരിക എന്നുള്ളത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.